പലപ്പോഴും നമ്മളിപ്പോൾ ദൈവത്തിന് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവിനോട് പട്ടാങ്ങി പറയേണ്ട ഒരു സംഭവമുണ്ട്. കർത്താവേ, ഒരു പ്രലോഭനത്തിൻ്റെ സിറ്റുവേഷനിലേക്ക് എന്നെ കൊണ്ടുപോകരുത്. കാരണം പ്രലോഭനങ്ങളുടെ സിറ്റുവേഷനിലേക്ക് വരുമ്പോൾ ദൈവം നിന്നെ കശാപ്പ് ശാലയിലേക്ക് വിടാനുള്ള സാധ്യതയുണ്ട്. നിൻ്റെ കയ്യിരിപ്പ് മോശമാണെങ്കിൽ നീ അറിയാതെ കശാപ്പ് ശാലയിലേക്ക് പോകും. എന്താ കാര്യം? നീ തന്നെ അഹങ്കാരിയായിട്ട് ദൈവത്തിന് അംഗീകരിക്കേണ്ടത് പോരായ്മയെ കരുതിയാൽ. ഇപ്പം എല്ലാം പുതിയ സാധനങ്ങളൊക്കെ വരുമ്പോൾ പുതിയ സാധനങ്ങളെല്ലാം പ്രലോഭനമാണ്. എ കൾച്ചറൽ ടെംപ്ടേഷൻ, ഒരു സാംസ്കാരിക പ്രലോഭനമുണ്ട്, സാമ്പത്തിക പ്രലോഭനമുണ്ട്. സാമ്പത്തിക പ്രലോഭനം എന്ന് പറയുന്നത് നിൻ്റെ ബിസിനസ് വിജയിക്കണമെന്നുണ്ടെങ്കിൽ മറ്റുള്ളവരെങ്ങനെ വിജയിച്ചെന്ന് നോക്കുന്നേ, മറ്റുള്ളവരുമായിട്ട് മത്സരം വരും. അപ്പോൾ അവർ പറയാം കുട്ടിച്ചാത്തിനടുത്ത് പോയിട്ടാണ് ആ ബിസിനസ്. അവർ കുട്ടിച്ചാത്തിന് സേവ ചെയ്തിട്ടാണ്. എന്നാൽ പിന്നെ എന്നാ കാര്യം? ബിസിനസ് ചെയ്യാൻ കച്ചവടത്തിന് ലാഭത്തിന് വേണ്ടിയല്ലേ. അപ്പോൾ കർത്താവ് എല്ലാം ക്ഷമിച്ചോളൂ എന്ന് പറഞ്ഞിട്ട് ഇവനും കുട്ടിച്ചാത്തിനടുത്ത് പോകും. കാര്യം ഒന്നുറങ്ങിയാൽ നേരം എടുക്കത്തില്ല. പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ. ശ്രുതികട ഹല്ലേലൂയ. കൃപയേകണമേ അനുതാപം ഞങ്ങൾ നൽകേണമേ. ഇന്നത്തെ ഒരു വിഷയം സമൂഹത്തെ സപ്ലിമെൻ്റ് ചെയ്യണില്ല എന്നുണ്ടെങ്കിൽ, സമൂഹത്തെ സംസ്കരിക്കണില്ല, വിശുദ്ധീകരിക്കണില്ല എന്ന് നീ ഒരു വിശ്വാസിയാകുമ്പോൾ അത് തന്നെ നിൻ്റെ ഒരു പരാജയമാണ്. എന്താ കാര്യം? ഈ ജീവിതത്തെ നമ്മൾ അംഗീകരിക്കണില്ലെന്ന് എൻ്റെ അർത്ഥം. എന്താ കാര്യം? ഈ ജീവിതത്തെ ഞാൻ അംഗീകരിക്കണമെങ്കിൽ ഈ ജീവിതം ക്രിസ്തുവിനെ സ്വീകരിക്കണം. ക്രിസ്തുവിനെ സ്വീകരിക്കാത്തൊരു സമൂഹത്തിൽ ക്രിസ്തുവിനെ സ്വീകരിക്കാൻ വേണ്ടി നീ ഒരു നിലപാടെടുക്കുമ്പോൾ നിങ്ങളാണല്ലോ സാക്ഷികളെന്ന് പറയുമ്പോൾ വിശ്വാസത്തെ സാക്ഷ്യം കൊണ്ട് സ്ഥിരീകരിക്കണില്ലെങ്കിൽ ആ വിശ്വാസം നിർജീവമായ വിശ്വാസമാണ്. തോമസ് എന്നോ അല്ലെങ്കിൽ അലക്സ് എന്നോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ജോസഫ് എന്നോ ഒക്കെ പേരിട്ട് കാര്യമില്ല. എന്നാ പേരിടാൻ പറ്റാത്തത്? വിശ്വാസം എന്താണെന്നറിയാതെ തരം കിട്ടുമ്പോൾ അവരുടെ അംഗീകാരത്തിനോ പണത്തിനോ ബിസിനസ്സിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി ദൈവത്തെ തള്ളിപ്പറയുമ്പോൾ സമൂഹത്തിൽ ജ്വലിച്ചു നിൽക്കുന്ന ആൾക്കാർ ദൈവത്തെ തള്ളിപ്പറഞ്ഞാൽ അവൻ്റെ ജീവിതം ഇവിടെ വെച്ച് അവസാനിക്കുകയാണ്. കാര്യം മുന്നോട്ട് പോകുമ്പോൾ പല കാര്യങ്ങളോട് ഒത്തുതീർപ്പുകൾ ചെയ്യേണ്ടി വരുന്ന അപ്പോസ്തലന്മാർ, മിഷണറിമാർ ഒത്തുതീർക്കാത്ത സ്ഥലങ്ങളിലെല്ലാം പുതിയ കാലത്ത് നമുക്ക് ഒത്തുതീർക്കേണ്ടി വരുമ്പോൾ എന്താ പറ്റണമെന്നറിയാവോ? നിങ്ങളിൽ നിന്നെടുത്ത് ദൈവരാജ്യം മറ്റുള്ളവർക്ക് നൽകപ്പെടുമെന്ന്. ദൈവരാജ്യം വിദ്യാർത്ഥിയിലേക്ക് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന കാഴ്ച കൃപാസനത്തിൽ വരുമ്പോൾ നിങ്ങൾ കാണാൻ പറ്റും. ദാറ്റ്സ് വാട്ട് ഹാപ്പനിങ് ഹിയർ. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. 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 യേശുവേ സ്തുതി. ഹല്ലേലൂയ. 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 പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ക്രിസ്തുവിനെ സൈൽഡൈൻ ചെയ്തുകൊണ്ട് ഒരു സമാധാനം ഇവിടെ ഉണ്ടാക്കാൻ സഭയെ ആരും ഏൽപ്പിച്ചിട്ടില്ല. ആരെങ്കിലും ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആ ഏൽപ്പിച്ച ആളുടെ പേര് ക്രിസ്തു എന്നായിരിക്കത്തില്ല, ദൈവം എന്നായിരിക്കത്തില്ല. വേറെ ആർക്കു വേണ്ടി നമ്മൾ വിടുപണി ചെയ്തിരിക്കാം. ഒന്നെങ്കിൽ കാലത്തിന് വേണ്ടിയായിരിക്കും, കാലത്തിൻ്റെ പ്രവണതയ്ക്ക് വേണ്ടിയായിരിക്കും, ഒപ്പത്തിനൊപ്പം നിൽക്കാൻ വേണ്ടി സാംസ്കാരിക സമുന്നതന്മാരായിട്ട് ബ്രാൻഡ് കിട്ടാൻ വേണ്ടിയതായിരിക്കും. എനിവേ നമ്മൾ വിൽക്കുന്നത് സുവിശേഷത്തെയാണെന്ന് മനസ്സിലാക്കിയാൽ മതിയാവും. അതുകൊണ്ട് വിശ്വാസം ഉയർത്തിപ്പിടിക്കാൻ ഒരവസരം നിനക്ക് കിട്ടിയാൽ വചനത്തിലൂടെ ഇന്നും പ്രവർത്തിച്ചുകൊണ്ട് വചനത്തെ നിഷ്കളങ്കമായി മുൻവിധിയില്ലാതെ സ്വീകരിച്ചുകൊണ്ട് അത് എക്സിക്യൂട്ട് ചെയ്യുന്ന ജനങ്ങളിലേക്ക് ദൈവം പതുക്കെ പതുക്കെ മൂവ് ചെയ്തു പോകണം നമുക്ക് കാണാൻ പറ്റും. അത് വലിയൊരു കാഴ്ചയാണ്. ദൈവാനുഭവത്തിൻ്റെ വർത്തമാനകാല സാക്ഷ്യങ്ങൾ. അതുകൊണ്ട് തന്നെ സുവിശേഷം ആദ്യമേ തന്നെ തുറന്നിട്ടിരിക്കുകയായിരുന്നു. ആർക്ക് ദാഹിച്ചാലും കുഴപ്പമില്ല, അവർക്ക് എൻ്റെ അടുത്ത് വരാം. എന്നിലൊന്ന് വിശ്വസിച്ച് കിട്ടിയാൽ ആരുടെയും ലൈസൻസ് വാങ്ങിക്കാതെ തന്നെ ജീവജലത്തിൻ്റെ അരുവികൾ ഈ വിശ്വാസത്തിൻ്റെ പുറത്ത് നിങ്ങളിലേക്ക് ഒഴുകാൻ കൈയടിക്കട്ടെ. ജീവജലത്തിനരുവിയായി നിറഞ്ഞു കവിഞ്ഞൊഴുകണമേ. ജീവജലത്തിനരുവിയായി നിറഞ്ഞു കവിഞ്ഞൊഴുകണമേ. സ്നേഹാഗ്നിജ്വാലയായി എന്നിൽ കത്തി പടരണമേ. സ്നേഹാഗ്നിജ്വാലയായി എന്നിൽ കത്തി പടരണമേ. ആത്മാവേ പരിശുദ്ധാത്മാവേ, ആത്മാവേ പരിശുദ്ധാത്മാവേ. അപ്പോൾ നമ്മൾ ആ കഥ മുന്നോട്ട് പോവുകയാണ്. രേഖയ്ക്ക് വീടായി, സ്ഥലമായി, മാതാവ് കൂടെയുണ്ട്. പക്ഷെ പെട്ടെന്ന് രേഖ ഉടമ്പടി തന്നെയാണ്. പക്ഷെ ഉടമ്പടിയിലാണെന്ന് വിചാരിച്ചുകൊണ്ട് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഇതാണ്,
ഉടമ്പടിയിലാകുമ്പോൾ ഉടമ്പടി വെച്ചിരിക്കുന്ന നിയോഗത്തിൽ മാത്രമാണ് നിൻ്റെ ശ്രദ്ധ വരണത്. പക്ഷെ ഉടമ്പടി നിയോഗത്തിൽ മാത്രം വെച്ചാൽ നിനക്ക് ഓക്കെ ആണെന്ന് പറയുന്ന സ്ഥലങ്ങളുണ്ടല്ലേ. ഈ രേഖയ്ക്കൊരു നല്ല മകനുണ്ടായിരുന്നു. അവൻ ശാന്തനാണ്, സൗമ്യനാണ്, ഇന്ന് വരെ ഒരു ക്രിമിനൽ കേസിലോ ഒന്നുമില്ല. പക്ഷെ അവന് പെട്ടെന്ന് മച്ചാട് മാമാങ്കത്തിൽ വെച്ച് കുത്ത് കിട്ടി. അപ്പോൾ മകൻ അവിടെ ഒരു പ്രത്യേക അറിയപ്പെടുന്ന ഒരു ആയുർവേദ ക്ലിനിക്കിൽ നിന്ന് ആ സ്ഥലത്തേക്ക് പോയപ്പോൾ അവിടെ വെച്ചുണ്ടായ കശപിശയിൽ ഇവരുണ്ടാക്കിയതില്ല, വേറെ ആൾക്കാരുണ്ടാക്കിയാണെന്ന് തോന്നണം. പക്ഷേ കുത്തുവിന് കിട്ടി, പലർക്കും കിട്ടി. ചെറിയ കുത്തൊന്നുമല്ല, 14 കുത്ത് കഴുത്തിന്, 8 കുത്ത് നെഞ്ചിന്. ബോധം പോയി. അപ്പോൾ രേഖ ഓടി ആശുപത്രി ചെല്ലും. ചെല്ലുമ്പോൾ ഇവൻ മരിച്ചു എന്നുള്ളതാണ് റിപ്പോർട്ട് വരണത്. അപ്പോൾ രേഖ പറയുന്നൊരു വർത്തമാനമുണ്ട്. എന്താ പറയണത്? എൻ്റെ മകൻ മരിക്കില്ല, കാരണം എൻ്റെ മനസ്സിൽ കർത്താവ് എനിക്ക് നല്ല ശക്തി തരുന്നുണ്ട്. നിങ്ങളത് ചിന്തിക്കണം, ആ സിറ്റുവേഷൻസ് കണ്ട ഇതുപോലെ ഇത്രയും വലിയ ഭയാനകമായ ഒരു സാഹചര്യം. അമ്മയാണ് ഇവർ. 4 മക്കളിൽ 3 പെൺമക്കളാണ്, ഒരു ആൺമകനേ ഉള്ളൂ. ആ മകനാണ് 14 കുത്ത് കഴുത്തിനും 8 കുത്ത് നെഞ്ചിനും കിട്ടിയിരിക്കണത്. അവന് ബോധമില്ല, മരിച്ചവരെ കിടക്കുകയാണ്. അപ്പോൾ രേഖ പറയണേ, എനിക്കൊന്നും ഫീൽ ചെയ്തില്ല. എന്താ കാര്യം? എൻ്റെ കർത്താവ് എൻ്റെ ഉള്ളിൽ എനിക്ക് ശക്തി നൽകിക്കൊണ്ടിരിക്കും. അപ്പം ഞാൻ മനസ്സിൽ പറഞ്ഞുകൊണ്ടിരിക്കും, അവൻ മരിക്കത്തില്ല, അവൻ മരിക്കത്തില്ല. ആൾക്കാരൊക്കെ പറയും അവൻ മരിക്കും, അവൻ മരിച്ചു പോകും കേട്ടോ, രേഖ പിടിച്ച് നിൽക്കണം കേട്ടോ, വളരെ മാരകമായ കുത്താണ് കിട്ടിയിരിക്കുന്നത്. അവൻ മരിക്കത്തില്ല. എന്താണ് മരിക്കാത്തത്? ഞാൻ ഉടമ്പടി എടുത്തിട്ടുണ്ടെന്ന്. ഈ ആഴ്ചയിലെ ഏറ്റവും വലിയ സാക്ഷ്യമാണത്. അവൾ ഞാനിതും പറഞ്ഞ് ആശുപത്രി ചെല്ലുമ്പോഴേ അവൻ ബോധമില്ലാതെ മണിക്കൂറോളം കിടക്കുകയാണ്. ഞാൻ ചെല്ലുമ്പോൾ ഞാൻ ചെന്ന് അവനെ തൊട്ടതും അവൻ കണ്ണ് തുറന്ന് ഉടനെ എന്നോട് ആ മകൻ ചോദിച്ചു അമ്മേ ഞാൻ മരിച്ചു പോകുക. ഇല്ലടാ, ഞാൻ മരിച്ച് എത്ര കാലം കഴിഞ്ഞാൽ നീ മരിക്കത്തുള്ളൂ, കാരണം നിന്നെ ഞാൻ മാതാവിനെ ഏൽപ്പിച്ചിട്ടുണ്ടെന്ന്. വിശ്വാസം വളരണം. കണ്ടില്ലേ? വിശ്വാസം വളരണം. വിശ്വാസം വളരണത് പ്രഖ്യാപനത്തിലൂടെയാണ്. അല്ലാതെ വിശ്വാസം വളരണത് പ്രതിസന്ധികളുടെ നമ്മുടെ പ്രഖ്യാപനത്തിലൂടെയാണ് വിശ്വാസം വളരണത്. ഇത്രയും പറഞ്ഞിട്ട് 2 ദിവസം കൊണ്ട് അമ്മ ഈ 14 കുത്തും കരിച്ചു കളയും. ഈ കുത്ത് കിട്ടുന്ന സമയത്ത് അവൻ്റെ ഡോക്ടർ പറയണേ, അവൻ്റെ ഹൃദയവും കുത്തും തമ്മിൽ ഒരു ചകിരിനാരിൻ്റെ കുത്ത് ഇറങ്ങിപ്പോയിരിക്കണില്ലേ, അതും അവൻ്റെ ഹൃദയവും തമ്മിൽ ഒരു ചകിരിനാരിൻ്റെ വിടവേ ഉള്ളൂ. ഒരു ചകിരിനാർ തെറ്റിയാൽ ആ സ്പോട്ടിൽ അവൻ മരിക്കും. അതാണ് സംരക്ഷണം എന്ന് പറയണത്. സംരക്ഷണം 2 ദിവസം കൊണ്ട് ആ മുറിവെല്ലാം 3-ാം ദിവസം അവൻ വീട്ടിലിരിക്കണം. അതായത് വിശ്വാസം പ്രഖ്യാപിക്കുന്നവർക്ക്, പ്രതികൂല സാഹചര്യങ്ങൾ വിശ്വാസം പ്രഖ്യാപിക്കുന്നവർക്ക് ദൈവത്തിന് അറിയാൻ പറ്റും ഈ വിശ്വാസം ട്രെയിൻഡാണ്, ചോദന ചെയ്ത വിശ്വാസമാണ്. നമ്മുടെ ഈ അസംസ്കൃത വിശ്വാസത്തിനൊരു കുഴപ്പമുള്ളത്, നേരത്തെ പറഞ്ഞ പോലെ ആക്റ്റീവ് വിശ്വാസമുണ്ട്, സജീവ വിശ്വാസമുണ്ട്, നിർജീവ വിശ്വാസമുണ്ട്. ഈ സജീവ വിശ്വാസത്തിൻ്റെ വേറൊരു വകുപ്പുണ്ട്. എന്താ വിശ്വാസം? അതായത് ടെസ്റ്റഡ് ഫെയ്ത്ത്, നോൺ ടെസ്റ്റഡ് ഫെയ്ത്ത്. നമുക്ക് സാക്ഷ്യം പറഞ്ഞ് പോകാൻ പറ്റും, പക്ഷേ അതൊന്നും ദൈവം അംഗീകരിക്കണം നിർബന്ധമില്ല. ദൈവം അംഗീകരിക്കണമെങ്കിൽ അത് ടെസ്റ്റ് ചെയ്യണം. അഗ്നിശോധനയെ അതിജീവിച്ച വിശ്വാസം. 1 പത്രോസ് 1:7. കാരണം അഗ്നിശോധനയെ അതിജീവിക്കുന്ന നശ്വരമായ സ്വർണ്ണത്തേക്കാൾ വിലയേറിയതായിരിക്കും പരീക്ഷകളെ അതിജീവിക്കുന്ന നിങ്ങളുടെ വിശ്വാസം. അപ്പോൾ ഇവർ പുതിയ വിശ്വാസം വന്ന എന്താണ്? ടെസ്റ്റഡ് ആൻഡ് വാല്യൂഡ് ഫെയ്ത്ത്. ടെസ്റ്റഡ് ആൻഡ് വാല്യൂ ആഡഡ് ഫെയ്ത്ത്. അപ്പോൾ ഒരു സാഹചര്യം വന്നാൽ നിൻ്റെ വിശ്വാസം ഉടനെ അത് ടെസ്റ്റാണ്. ആ ടെസ്റ്റിൻ്റെ അകത്ത് നീ എടുക്കുന്ന നിലപാടാണ് ഇതിനെ വാല്യൂ ആഡ് ചെയ്യണത്. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് എത്തിയത് ആദ്യം വിശ്വാസം എങ്ങനെയാണ് വരുന്നത്? ധാരണ, പിന്നെ എങ്ങനെ വിചാരം, പിന്നെന്താ വിശ്വാസം, പിന്നെന്താ സജീവ വിശ്വാസം, നിർജീവ വിശ്വാസവും. സജീവ വിശ്വാസം എന്താണ്? സാക്ഷ്യമില്ലാത്ത വിശ്വാസം. സാക്ഷ്യവിശ്വാസം എന്ത് പറ്റും? ടെസ്റ്റഡ് ഫെയ്ത്ത്, നോൺ ടെസ്റ്റഡ് ഫെയ്ത്ത്. സാക്ഷ്യവിശ്വാസം പോലും ടെസ്റ്റഡ് ആയിരിക്കുമ്പോൾ മാത്രമേ ദൈവം അത് അക്സെപ്റ്റ് ചെയ്യത്തുള്ളൂ. മനസ്സിലായില്ലേ? ദൈവം അക്സെപ്റ്റ് ചെയ്യുമ്പോൾ എന്ന് വെച്ചാൽ വിശ്വാസം വളർന്ന് ഈ വിശ്വാസം ഒരു പുണ്യമാണല്ലോ. ജപമാലയിൽ നമ്മൾ പറയുന്നില്ലേ, വിശ്വാസം എന്ന പുണ്യമുണ്ടായി വർദ്ധിക്കാൻ, അല്ലേ?
എൻ്റെ തിരുക്കുമാരനോട് പ്രാർത്ഥിക്കണമേ. അപ്പോൾ വിശ്വാസം പുണ്യമാണ്. അപ്പോൾ വിശ്വാസം പുണ്യമായിട്ട് നമ്മുടെ ആത്മാവിലേക്ക് ചേരണ ഒരു സമയമുണ്ട്. പുണ്യം എന്തിനാണ്? ശരീരത്തിനോട് നിങ്ങളെ വിശ്വാസത്തെ നിങ്ങൾ വർക്ക് ചെയ്യണത് ശരീരത്തിൻ്റെ കാര്യങ്ങൾ ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടിയാണ്. ആൾക്കാർ രോഗസൗഖ്യം, ജോലി, വീട്, വിവാഹം, വഴി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭൗതിക കാര്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി വിശ്വാസം ഉപയോഗിക്കുന്നുണ്ട് ആൾക്കാർ. പക്ഷേ അതേസമയം തന്നെ അത് ഈ ജീവിതത്തിന് വേണ്ടി മാത്രമേ പ്രയോജനപ്പെടുന്നുള്ളൂ. പക്ഷേ നിത്യജീവിതത്തിനാണെങ്കിൽ വിശ്വാസം കൺവേർട്ട് ചെയ്ത് കൃപയായിട്ട്, അതിൻ്റെ ഒരു ഫെയ്ത്ത് മെക്കാനിസം, മെറ്റാബോളിസം അങ്ങനെയാണ്. അത് കൺവേർട്ട് ചെയ്തിട്ട് കൃപയായിട്ട് മാറും. കൃപയായിട്ട് മാറിക്കഴിഞ്ഞാൽ വിശ്വാസം ടെസ്റ്റഡ് ഫെയ്ത്താണ്. അത് വിശ്വാസ കൃപയെന്ന് പറയണത്. വിശ്വാസ കൃപയെന്നാണ് എൻ്റെ പേര്. ആ വിശ്വാസ കൃപ എവിടെയാണ്? കർത്താവിൻ്റെ കൃപ അത് നമ്മുടേതല്ല. ഒരിക്കൽ ടെസ്റ്റ് ചെയ്താൽ പിന്നെ അത് കർത്താവിൻ്റെതായി മാറും. കർത്താവിൻ്റെ കൃപ എന്ത് ചെയ്യും? നമ്മുടെ ശരീരത്തിൻ്റെ കൂടെയല്ല. ഗലാത്യർ 6:19 ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. കർത്താവിൻ്റെ കൃപ പറഞ്ഞേ, കർത്താവിന്റെ കൃപ നമ്മുടെ ആത്മാവിൻ്റെ കൂടെ ഉണ്ടായിരിക്കട്ടെ. വായിച്ചോളൂ, ശ്രുതികട്ടെ. ഹല്ലേലൂയ. ഗലാത്യ 6:18 ഗലാത്യർ 6:18 നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപ പറഞ്ഞേ, നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപ നിങ്ങളുടെ ആത്മാവിനോട് കൂടെ ഉണ്ടായിരിക്കട്ടെ. ഇതാണൊരു വിഷയം. അതായത് സാധാരണ വിശ്വാസം ശരീരത്തിൻ്റെ കൂടെയാണ് ഉണ്ടാകണത്. വീട്, ജോലി, വിവാഹം, വാടകമാറ്റം, അതെല്ലാം നമുക്ക് ഈ ഭൂമിയിൽ വെച്ചുണ്ടാകുന്നതാണ്. പക്ഷേ ഇതിന് വേണ്ടി മാത്രമാണ് നിങ്ങളെ ഉടമ്പടി എടുത്തിട്ടുള്ളെങ്കിൽ എന്താ സംഭവിക്കണത്? ഈ ജീവിതത്തിന് വേണ്ടി മാത്രം 1 കൊരിന്തോസ് 15:19 ഈ ജീവിതത്തിന് വേണ്ടി മാത്രം ക്രിസ്തുവിൽ പ്രത്യാശ വച്ചിട്ടുള്ളവരാണെങ്കിൽ നമ്മൾ എല്ലാ മനുഷ്യരെയും നിർഭാഗ്യരാണ്. അപ്പൊ ഭാഗ്യപ്പെട്ട വിശ്വാസം എന്ന് പറയണത് നിത്യതയ്ക്ക് വേണ്ടി നമ്മൾ ക്രിസ്തുവിൽ പ്രത്യാശ വെക്കുമ്പോഴാണ്. അതിന് വിശ്വാസം ടെസ്റ്റഡ് ആകണം. അല്ല, നിങ്ങൾ ചോദിച്ചു ഉടമ്പടി എടുത്തിട്ട് ഞങ്ങൾക്ക് പണി കിട്ടിയല്ല എന്ന് പറയരുത്. ബുദ്ധിബോധം ഇല്ലാത്ത മരക്കഴുതകളെ അങ്ങനെ പറയത്തുള്ളൂ. ആധ്യാത്മിക ശാസ്ത്രം അറിയണം. ഉടമ്പടി എടുത്താൽ ടെസ്റ്റ് ചെയ്യാനുള്ള അവസരം വരും ചില സമയത്ത്. എന്തിനാ കാര്യം? അത് നിത്യതയെ ഉൾച്ചേർന്നുകൊണ്ട് ഈ ജീവിതത്തിൻ്റെ അപ്പുറത്തേക്ക് നിനക്ക് ചിറക് നൽകി ദൈവം നിന്നെ ഉയർത്തുന്നതാണ്. ദൈവം നിന്നെ ഉയർത്തണം. അപ്പോൾ അത് രേഖയ്ക്ക് പക്ഷേ മനസ്സിലാക്കുക മാത്രമല്ല, അത് അഭിഷേകമായി. എന്താ കാര്യം? ആ ടെസ്റ്റിംഗ് ടൈമിൽ അതിൻ്റെ ആവിയും പുകയും, മകനാണ് കുത്തുകൊണ്ട് കിടക്കണത്, അവൻ മരിക്കലെന്നുള്ള ബോധ്യം അമ്മയ്ക്ക് മാത്രമേ ഉള്ളൂ. എന്താണ് അത് അഭിഷേകമാണ്. ഈ പ്രസൻസിന് ഒരു പ്രശ്നമുള്ളത്, ഈ പ്രസൻസ് പെട്ടെന്ന് കൺവേർട്ട് ചെയ്തിട്ട് അനോയിൻറ്റിംഗ് ആയിട്ട് മാറും, അഭിഷേകമായിട്ട് മാറും. അതുകൊണ്ടാണ് ഐശയ്യ പറയണത് 43:2 എടുത്ത്. ഐശയ്യ 43:2 സമുദ്രത്തിലൂടെ കടന്നു പോകുമ്പോൾ ഞാൻ നിന്നോട് കൂടെ ഞാൻ നിന്റെ കൂടെ ഉണ്ടായിരിക്കും. നദികൾ കടക്കുമ്പോൾ അത് നിന്നെ മുക്കിക്കളയില്ല. അഗ്നിയിലൂടെ നടന്നാലും നിനക്ക് പൊള്ളലേൽക്കുകയില്ല. ജ്വാല നിന്നെ ദഹിപ്പിക്കുകയുമില്ല. എന്താ കാര്യം? അതാണ് അമ്മ അവള് പറയണത്. അതായത് ഞാൻ അഗ്നിയിലൂടെ നടന്നു, പക്ഷേ എൻ്റെ മകൻ എൻ്റെ കുത്തേറ്റ കാര്യത്തിൻ്റെ ആവിയോ പുകയോ ഞാൻ അനുഭവിച്ചില്ല. എന്താ കാര്യം? കർത്താവ് എൻ്റെ ഹൃദയത്തെ പൊതിഞ്ഞു. അതിൻ്റെ ആവിയും പുകയും നീറ്റലും നിരാശയും അതിൻ്റെ ഭയവും സങ്കടവും ഒന്നും ഏൽപ്പിക്കാത്ത രീതിയിൽ ഇതിന് അനോയിൻറ്റിങ് എന്ന് പറയും. ക്രിസ്ത്യാനിറ്റി മാത്രമുള്ള ഒരു ആധ്യാത്മിക അനുഭവമാണ്. അതാണ് അനോയിൻറ്റിങ്. അതായത് എല്ലാ ഡേഞ്ചറസ് സിറ്റുവേഷനിലും പെട്ടെന്ന് അനോയിൻറ്റിങ് വരും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്കറിയാമല്ലോ, ഇപ്പോൾ ഒരു പുതിയ വിമാനം കണ്ടുപിടിച്ചിട്ടില്ലേ? എന്താ കാര്യം? വിമാനം ഇങ്ങനെ പോണ സമയത്ത് കത്ത് പിടിച്ചെന്ന് വിചാരിച്ചോ? അപ്പോൾ ഹെഡിനോ ടെയിലിനോ ബോഡിക്കോ കത്ത് പിടിക്കാം. അപ്പോൾ പൈലറ്റിൻ്റെ കയ്യിൽ 3 ബട്ടണുണ്ട്. എന്താ കാര്യം? ഇത് 3 ബട്ടണിൽ ബോഡി ഇപ്പോൾ 244 യാത്രക്കാരുമായിട്ട് പോകുന്നൊരു വിമാനമാണ്. അപ്പോൾ അതിൻ്റെ ഹെഡിനാണ് തീ പിടിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ ടെയിലിനാണ് തീ പിടിച്ചിരിക്കണമെന്നുണ്ടെങ്കിൽ അത് പൊട്ടിത്തെറിക്കും ആ സെക്കൻഡിനുള്ളിൽ. അതിനുള്ളിൽ ഡ്രൈവർ ഈ പൈലറ്റ് ഒരു ബട്ടനെ അമർത്തി കഴിഞ്ഞാൽ ഉടനെ ഒരു 10-20 പാരച്യൂട്ട് ഈ ബോഡി സെക്ഷനിൽ നിന്ന് മേലോട്ട് പോകും. എന്നിട്ട് ടെയിലും ബോഡിയും ഹെഡും കത്തിപ്പിടിച്ച ഭാഗം ഇതിൽ നിന്ന് പിന്തിരിഞ്ഞിട്ട് അതിൻ്റെ പാരച്യൂട്ട് ഓൺ ചെയ്യും. എന്നിട്ട് ഈ 20 പാരച്യൂട്ടും ഈ ജനങ്ങളുമായിട്ട് ബോഡി പാർട്ടുമായിട്ട് വിമാനം വന്ന് കരയിൽ ലാൻഡ് ചെയ്യും, അല്ലെങ്കിൽ വെള്ളത്തിൽ ലാൻഡ് ചെയ്യും. ആ ഇപ്പോൾ അത് കമ്പനിക്ക് കൊടുത്ത് അത് മാർക്കറ്റിലേക്ക് വരും ഉടനെ. അപ്പോൾ ഇതുപോലെ തന്നെയാണ് നമ്മൾക്ക് ഉടമ്പടിയിൽ ഇരിക്കുന്ന വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം നിന്നെ ഡാമേജ് ആക്കാതെയാണ് ഉടമ്പടി ചെയ്യത്തുള്ളൂ. ഉടമ്പടി നിനക്ക് പ്രത്യേക പ്രൊട്ടക്ഷൻ തന്നിട്ട് അതിൻ്റെ ആവിയും പുകയും നിന്നെ ഡിപ്രഷൻ ഉണ്ടാക്കാതിരിക്കാൻ വേണ്ടി അതിൻ്റെ ആവിയും പുകയും നിന്നെ അടുപ്പിക്കാതിരിക്കാൻ വേണ്ടി നിന്നെ സംരക്ഷിക്കും.
അതിനാണ് ഈ ഭയം എന്ന് പറയുന്ന വിഷയത്തെ ഉടമ്പടി ശരിക്കും കൈകാര്യം ചെയ്യുന്നുണ്ട്. പക്ഷെ നമുക്കത് അറിയണം. ഭയത്തിന് കൂടി പാക്കേജ് ഉടമ്പടിയിൽ ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കണം. ശരിക്കും പറഞ്ഞാൽ ഈ രേഖയുടെ ദൈവാനുഭവങ്ങളെല്ലാം സമ്മറൈസ് ചെയ്തുകൊണ്ട് രേഖ അവസാനം പറയുന്നൊരു വചനമുണ്ട്. അത് ഐസയ 45:2 എല്ലാവരും പറയുന്ന വചനങ്ങളാകാം, കുറേ പേര് അത് പറയാറുണ്ട്. അത് ഒരു ഉടമ്പടി വചനമാണത്. എന്താണ്? ഞാൻ നിനക്ക് മുമ്പേ പോയി. ഏശയ്യ 45:2 ഞാൻ നിനക്ക് മുൻപേ പോയി മലകൾ നിരപ്പാക്കുകയും പിച്ചളവാതിലുകൾ തകർക്കുകയും ഇരുമ്പോടാമ്പലുകൾ ഒടിക്കുകയും ചെയ്യും. ഇത് രേഖ പറഞ്ഞിട്ട് അവൾക്ക് വ്യാഖ്യാനം വരെ അവൾ തന്നെ പറയുന്നുണ്ട്. ഭയങ്കര രസമാണ്. ഈ ജ്ഞാനസ്ഥാനപ്പെടാത്ത ആൾക്കാരൊക്കെ ജീവിതാനുഭവങ്ങൾ കൊണ്ട് കർത്താവിനെ അറിഞ്ഞിട്ട് അവർ തന്നെ വചനം ജീവിതം കൊണ്ട് വ്യാഖ്യാനിക്കണൊക്കെ കഴിഞ്ഞാൽ വലിയ വിസ്മയമാണ് ശരിക്കും. ഇത്രയും പറഞ്ഞിട്ട് ശേഷം ഇതെല്ലാം എൻ്റെ അനുഭവത്തിൽ ഞാൻ പറയുകയാണ്. ഈ അനുഭവത്തിൽ എനിക്ക് മനസ്സിലായത് കർത്താവിൻ്റെ വചനത്തിൽ പറഞ്ഞിട്ടുണ്ട്. എന്താണ്? ഞാൻ നിനക്ക് മുമ്പേ പോകുമെന്ന്. ഈ 9 കൊല്ലം ഞാൻ അപേക്ഷ വെച്ചിട്ട് എന്നെ അവിടെ അടുപ്പിക്കാതിരുന്ന ഒരു പഞ്ചായത്ത് ഓഫീസർ ഉണ്ടായിരുന്നു, സെക്രട്ടറി. ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മേ ഇനി ഞാൻ ഈ വാടകയ്ക്ക് ഇനി എൻ്റെ മക്കളാരും മരിക്കണമെങ്കിൽ അല്ലെങ്കിൽ ഞാൻ തന്നെ മരിച്ച ഈ ഡെഡ് ബോഡി എവിടെ കിടത്തും? അമ്മയ്ക്ക് ഈ വിഷയത്തിലൊരു തീരുമാനം എടുക്കാൻ പറ്റത്തില്ലേ, എന്നെ സഹായിക്കണേ എന്ന് പറഞ്ഞ് നേരെ കമ്മ്യൂണിക്കേറ്റ് ചെയ്തപ്പോഴേ അമ്മ ചെയ്ത പരിപാടി എന്താണെന്നറിയാവോ? അന്ന് വരെ അവിടെ ഉണ്ടായിരുന്ന ഇവൾക്ക് സ്ഥലം കൊടുക്കാതിരുന്ന പഞ്ചായത്ത് സെക്രട്ടറിയെ ആ സെക്കൻഡിൽ സ്ഥലം മാറ്റിക്കളഞ്ഞ് ഇതിൽ പുതിയ ആളെ വെച്ചിട്ടാണ് അപ്പുറത്തെ. പുതിയ ആളെ വെക്കണമല്ല, പുതിയ ആൾക്കാർ അങ്ങനെ വരാൻ പോവുകയും ചെയ്യും. ഇവരെ വിളിച്ച് പിറ്റേ ദിവസം എന്നിട്ട് വിയോടുത്ത് ചെന്ന് കണ്ടിട്ട് നിങ്ങൾ സ്ഥലം വാങ്ങിക്കാൻ പറഞ്ഞു. എന്നിട്ട് രേഖ പറയണത് എന്താണെന്നറിയാവോ? ഇതാണ് മല, കർത്താവ് എടുത്ത് മാറ്റിയെന്ന്, ഞാൻ നിനക്ക് മുമ്പേ പോകുമെന്ന്. അത് ജനത്തിൻ്റെ അനുഭവങ്ങൾ കൊണ്ട് ദൈവവചനത്തെ സ്വന്തമായിട്ട് വ്യാഖ്യാനിക്കണില്ലേ? വ്യാഖ്യാനിക്കണ എന്താ അനുഭവങ്ങൾ? അത് എന്താ കാര്യം? ഇത് പാക്കേജിലുള്ളതാണ്. അതാണ് ഞാൻ നേരത്തെ നോക്കിയത്. ഞാൻ നിനക്ക് മുമ്പേ പോകും, പിച്ചളവാതിൽ ഒടിക്കും, ഇരുമ്പോഴമ്പലേക്ക് തകർക്കും. നിനക്കെതിരെ നിൽക്കുന്ന ശക്തികൾ എന്തായാലും അത് നിനക്ക് തകർക്കാൻ പറ്റുന്നില്ലെങ്കിൽ നീ യാത്ര തുടങ്ങുമ്പോൾ ഞാൻ നിനക്ക് മുമ്പേ പോകും. വാഗ്ദാന പേടകത്തിലുള്ള ഏറ്റവും വലിയൊരു വാഗ്ദാനമാണ് ഉടമ്പടിയിലുള്ള. സംഖ്യ 10:33 അവർ കർത്താവിന്റെ പർവ്വതത്തിൽ നിന്ന് പുറപ്പെട്ട് 3 ദിവസം യാത്ര ചെയ്തു. വാഗ്ദാന പേടകം കാവിക്കൊണ്ട് ഇവർ യാത്ര ചെയ്യുകയും അവർക്ക് ഒരു വിശ്രമസ്ഥലം ആരാഞ്ഞുകൊണ്ട് ഒന്ന് പറഞ്ഞ് ഏറ്റു പറഞ്ഞ് അവർക്ക് ഒരു വിശ്രമ സ്ഥലം ആരാഞ്ഞുകൊണ്ട് കർത്താവിന്റെ വാഗ്ദാന പേടകം അവരുടെ മുമ്പിൽ പോയി. കൈയടിക്കട്ടെ. ആരാധന. ഹല്ലേലൂയ. കൃപാസനത്തിൻ്റെ അമ്മേ പ്രസാദം വരമാതാവേ. അപ്പം നിന്റെ വീട്, ജോലി, വിവാഹം, PSC പരീക്ഷ, PR എല്ലാ സാധനവും നിന്നെ മലകളായി നിൽക്കുമ്പോഴും ഇരുമ്പോടാമ്പളയായി നിൽക്കുമ്പോഴും പിച്ചള വാതിലായി നിൽക്കുമ്പോഴും ഇത് തകർക്കാൻ വേണ്ടി നിനക്ക് മുമ്പേ പോകുന്ന ശക്തിയാണ് വാഗ്ദാന പേടകം. ആ വാഗ്ദാന പേടകമായിട്ട് നിന്നെ കണക്ട് ചെയ്യണതാണ് ഉടമ്പടി. ആ ഉടമ്പടി നീ ദൈവത്തോട് ചെയ്യുന്നതിലൂടെയാണ് വാഗ്ദാന പേടകം നീയുമായിട്ട് കണക്ഷനിൽ വരണത്. പിന്നെ ദൈവം വാഗ്ദാന പേടകമായി ദൈവം വർക്ക് ചെയ്യണതെല്ലാം വാഗ്ദാന പേടകത്തിൻ്റെ ഒരു സിഗ്നിഫിക്കൻസിലാണ് വർക്ക് ചെയ്യണത്. അതുകൊണ്ട് കർത്താവ് വന്നപ്പോഴും കർത്താവ് വാഗ്ദാന പേടകമാണല്ലോ. കർത്താവ് എന്താ പറയണത്? ഞാൻ നല്ല ഇടയനാകുന്നു, വാഗ്ദാന പേടകത്തെ പോലെ ഞാൻ എൻ്റെ ആടുകൾക്ക് തനിക്കുള്ളതിനെയെല്ലാം പുറത്തിറക്കിയിട്ട് അവൻ അവയ്ക്ക് മുമ്പേ നടക്കും. ദൈവം നമുക്ക് ദൈവവുമായിട്ടുള്ള ബന്ധത്തിൻ്റെ ഏറ്റവും വലിയ ബെനിഫിഷ്യറി എന്താ? അതിൻ്റെ കാരണം എന്താണ്? നമുക്ക് ഏറ്റവും വലിയ ഗുണം എന്താണ്? നമുക്ക് മുമ്പേ പോകും. ഭാര്യയായാലും ഭർത്താവായാലും മക്കളായാലും കൂടെയല്ലേ വരത്തുള്ളൂ. പല സംഭവത്തിനും നമ്മുടെ കൂടെ വന്നിട്ട് വലിയ കഥയൊന്നുമില്ല. പല ചോര കാണുമ്പോൾ തലചുറ്റി വീഴാൻ കൊള്ളാം. അതാ പ്രശ്നം. അതായത് നമുക്ക് മുമ്പേ ഒരാളുണ്ടാകണം. ഉടമ്പടി നിനക്ക് മുമ്പേ ഒരാളുണ്ടാകും. അതാണ് ഞാൻ എൻ്റെ ഈ ആടുകൾക്ക് മുമ്പേ നടക്കണം. എന്തിനു വേണ്ടിയാണ്? എന്തിനു വേണ്ടി മുമ്പേ നടക്കണത്? അതായത് നമ്മളെ സംഖ്യയിൽ വാഗ്ദാനപേടകത്തെക്കുറിച്ച് പറയുന്ന സംഖ്യയിൽ
10:33 എന്താ പറയണത്? തൻ്റെ ജനത്തിന് വേണ്ടി ഒരു വിശ്രമസ്ഥലം തേടിക്കൊണ്ട് വാഗ്ദാന പേടകം ദിനത്തിന് മുമ്പേ പോയി. ഈ ആടുകൾക്ക് വേണ്ടി ഈ ഇടയൻ എന്താ ചെയ്യണത്? മുമ്പേ പോവുകയാണ്. എന്തിനാണ് പോണത്? ഒരു വിശ്രമസ്ഥലം തിരക്കുകയാണ്. അത് നിങ്ങളുടെ നിയോഗങ്ങൾ നിറവേറ്റാൻ തന്നെയാണ്. നിങ്ങളുടെ ഭൗതിക നിയോഗങ്ങളും ഭൗതിക ആവശ്യങ്ങളും നിറവേറ്റാൻ വേണ്ടി ദൈവത്തിൻ്റെ സംവിധാനമാണ്. അത് നിത്യത വരെ ഇതിന് മുമ്പിലുണ്ടാവും. ഇത് കൈയടിക്കട്ടെ, ശ്രുതിക്കട്ടെ, ഹല്ലേലൂയ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിത്യത വരെ വാഗ്ദാന പേടകമായി എൻ്റെ കൂടെ സഞ്ചരിക്കുന്ന മാതൃ സാന്നിധ്യത്തിന് സാമീപ്യത്തിന് നന്ദി പറയുന്നു. ഹല്ലേലൂയ. കൃപാസനത്തിൻ്റെ അമ്മേ, നിനക്കൊരു വിശ്രമസ്ഥലം. എന്തെല്ലാം കാര്യങ്ങളാണ്. വീട് കഴിയുമ്പോൾ, വീട് വെച്ച് കഴിഞ്ഞ് അച്ഛൻ പിഞ്ചിരിച്ചു പോകുമ്പോൾ ഒരു ആശ്വാസമായി. ഇനി മഴ കൊള്ളാതെ കിടക്കാം അല്ലേ? വിശ്രമസ്ഥലം അല്ലേ? ഒരു ജോലി കിട്ടിക്കഴിയുമ്പോൾ ഒരു വിശ്രമമായി മനസ്സിന്. ഇത്രയും നാൾ ജോലിക്ക് വേണ്ടി അരകിയിരുന്നു. അതല്ലേ ആ ദീപട്ടിത്തെ പറയണത്. അവരുടെ എന്നാ ടീച്ചറ്? പ്രിയ ടീച്ചർ ഡോക്ടറാണ്. അപ്പോൾ അവർക്ക് ഡോക്ടർ ആണെങ്കിൽ കോളേജിൽ പഠിപ്പിക്കാൻ അവർക്ക് ചാൻസ് ഇല്ല. 15 കൊല്ലം അലയാണ്. 15 കൊല്ലം അലഞ്ഞ് ഉടമ്പടി എടുത്തപ്പോൾ കർത്താവ് മുമ്പേ പോയി. കർത്താവ് മുമ്പേ പോയിട്ട് എന്ത് ചെയ്ത്? ഈ കേരളത്തിൽ അവളുടെ സബ്ജക്റ്റ് പഠിപ്പിക്കാൻ അവർക്ക് ജോലിക്ക് ആവശ്യമുള്ളൊരു കോളേജിനെ കർത്താവ് റെഡാറിലേക്ക് കൊണ്ടൊന്ന് കാണിച്ചു കൊടുത്തു. മകളെ ഇവിടെ അപേക്ഷിക്കുക. നിൻ്റെ രൂപതയൊന്നും അല്ല, വേറെ രൂപതയാണ്. രൂപത ഏതാണ് തീരുമാനിക്കേണ്ടത്? ജോലി തരേണ്ടത് ഞാനാണെന്ന് പറയും. ദൈവം ആ വിഷയം ടേക്കപ്പ് ചെയ്ത് ദൈവം തീരുമാനിച്ചു കഴിഞ്ഞാൽ മാനുഷിക നിയമങ്ങൾക്കൊന്നും അതിൻ്റെ അപ്പുറത്തേക്ക് വർക്കൗട്ട് ചെയ്യണത്. ഇവളുടെ സബ്ജക്റ്റ് പഠിപ്പിക്കുന്ന വേറെ രൂപത്തിലുള്ള ഒരു ഒരു സ്കൂൾ കാണിച്ചു കൊടുക്കും. ഉടനെ ഇവൾക്കൊരു ഡൗട്ട് തോന്നും. ദൈവമേ, അത് നമ്മുടെയായിട്ട് നമുക്ക് കിട്ടത്തില്ലല്ല, നമുക്ക് ക്ലെയിം ഇല്ലാത്ത സ്ഥലമാണല്ലോ. അപ്പോൾ നിനക്ക് ക്ലെയിം ഇല്ലാത്ത സ്ഥലത്ത് ആർക്ക് ക്ലെയിമുണ്ട്? നിൻ്റെ ദൈവത്തിന് ക്ലെയിം ഉണ്ടാകും. ഇവർ ആപ്ലിക്കേഷൻ കൊടുത്തപ്പോൾ എന്നാ പറ്റിയിരിക്കണത്? ഉടമ്പടി തീരാൻ 17 ദിവസമേ ഉള്ളൂ. 90-ാം പക്കത്തിൽ 17 ദിവസം കൊണ്ട് ഉടമ്പടി തീരും. 21 ദിവസം കൊണ്ട് ഇവളുടെ ഏജ് ഓവർ ആകും. 17 ദിവസം കൊണ്ട് ഉടമ്പടി തീരും. 21 ദിവസം കൊണ്ട് ഏജ് ഓവർ ആകും. കർത്താവ് എന്ത് ചെയ്ത്? ഏജ് ഓവർ ആകുന്നതിന് മുമ്പ്, ഉടമ്പടി തീരുന്ന മുമ്പ് ഇവൾക്ക് ആ സ്കൂളിൽ പെർമനന്റ് അപ്പോയിന്റ് കൊടുക്കും. ഇതാണ് നിനക്ക് മുമ്പേ സഞ്ചരിക്കുന്ന വാഗ്ദാന പേടകത്തിന് നിന്റെ ദൈവം. കൈയടിക്കട്ടെ. ഉടനടി പരിഹാരമേകും ഉടമ്പടി പ്രാർത്ഥന, ഉടനടി പരിഹാരമേകും അവൻ പറയുന്നത് ചെയ്തിടുകിൽ ജീവിതം ധന്യമായി തീർന്നിടും. മനുഷ്യന്മാരെല്ലാവരും വ്യഥ അനുഭവിക്കുന്നത്, വേർക്കുന്നത് എന്തിനാണ്? ഒരു വിശ്രമസ്ഥലം കിട്ടാൻ വേണ്ടിയാണ്. അതുകൊണ്ടാണ് സങ്കീർത്തനത്തിൻ്റെ 10:23 തൻ്റെ ജനത്തിനു വേണ്ടി ഒരു വിശ്രമസ്ഥലം ഒരുക്കാൻ വാഗ്ദാന പേടകമായി അവൻ്റെ ദൈവം അവർക്ക് മുമ്പേ സഞ്ചരിച്ചു. ഈ മുമ്പേ സഞ്ചരിച്ച ദൈവത്തെ തന്നെയാണ് യോഹന്നാൻ്റെ സുവിശേഷം 10:4 പറയണത്. അവൻ തൻ്റെ ആടുകളെ ആലയിൽ നിന്ന് പുറത്താക്കിയിട്ട് അവയ്ക്ക് മുമ്പേ ഒരു വിശ്രമസ്ഥലം ഇറക്കാൻ വേണ്ടി പോകും. അത് വിശ്രമസ്ഥലം ഒരുക്കാൻ വേണ്ടിയാണ് ആടുകൾക്ക് മുമ്പേ പോകണമെന്നുള്ളത് എങ്ങനെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും? സങ്കീർത്തനം 23:2 വായിച്ചാൽ മനസ്സിലായി. സങ്കീർത്തനം 23:2 പച്ചയായ പുൽത്തകിടിയിൽ അവിടുന്ന് എനിക്ക് വിശ്രമമരുളുന്നു. പച്ചയായ പുൽത്തകിടിയിൽ അവിടുന്ന് എനിക്ക് വിശ്രമമരുളുന്നു. പ്രശാന്തമായ ജലാശയത്തിലേക്ക് അവിടുന്ന് എന്നെ നയിക്കുന്നു. അത് കഴിഞ്ഞിട്ട് പറയുമേ കോൺഫിഡൻസ് എന്താണെന്ന് പറയുന്നുണ്ട്. അവൻ്റെ എന്താണ്? അവിടുത്തെ ചെങ്കോലും ദണ്ണും. മരണത്തിന്റെ നിഴൽ വീണ താഴ്വരയിലൂടെയാണ് ഞാൻ നടക്കുന്നതെങ്കിലും. മരണത്തിന്റെ നിഴൽ വീണ താഴ്വരയിലൂടെയാണ് ഞാൻ നടക്കുന്നത്. അപ്പൊ നടക്കത്തില്ലെന്നൊന്നുമില്ല, നടക്കുന്നതെങ്കിലും അതാണ് വിഷയം. അതായത് നടക്കുന്നത് എങ്കിലും. സ്വാഭാവികമായിട്ട് ഉടമ്പടി എടുക്കുന്നവർക്ക് അങ്ങനെയുള്ള നെഗറ്റീവ് അനുഭവങ്ങൾ ഉണ്ടാകാം. എങ്കിലും
എങ്കിലും അവിടുന്ന് കൂടെയുള്ളതിനാൽ അവിടുന്ന് കൂടെയുള്ളതിനാൽ ഞാൻ ഭയപ്പെടുകയില്ല. ഞാൻ ഭയപ്പെടുകയില്ല. അങ്ങയുടെ ഊന്നുവടിയും അങ്ങയുടെ ഊന്നുവടിയും ദണ്ഡും എനിക്ക് ഉറപ്പേകുന്നു. ഞാനാണ് ഉറപ്പെന്ന് നടക്കിയത്. അതാണ് കോൺഫിഡൻസ്. അഹങ്കാരികൾക്ക് അവർ തന്നെയാണ് ഉറപ്പ്. വിനയമുള്ളവർക്ക് ദൈവമാണ് ഉറപ്പ്. കോൺഫിഡൻസ് എന്ന് പറയുന്നത് അവൻ്റെ ഊന്നുവടിയാണ്. എന്നാണ് നിന്റെ ഇടയൻ്റെ ഊന്നുവടി നിനക്ക് കോൺഫിഡൻസ് നൽകുന്നുണ്ടെങ്കിൽ ഇടയൻ നിന്റെ മുമ്പിലുണ്ടെന്ന് ഉറപ്പാക്കണം. കൂടി ശ്രുതികട ഹല്ലേലൂയ. പ്രാണപ്രിയ പ്രാണപ്രിയ ചങ്കിലെ ചോര നിന്ന് വീണ്ടെടുത്തവനെ വീണ്ടെടുക്കൂ. പ്രാണപ്രിയ പ്രാണപ്രിയ ചങ്കിലെ ചോര നിന്ന് വീണ്ടെടുത്തവനെ വീണ്ടെടുക്കൂ. പ്രാണപ്രിയൻ തന്റെ ചങ്കിലെ ചോരയ എന്നെയും വീണ്ടെടുത്തു. പ്രാണപ്രിയൻ തന്റെ ചങ്കിലെ ചോരയ എന്നെയും വീണ്ടെടുത്തു. ഞങ്ങൾ ഉയർത്തി നന്ദി യേശുവേ, നിന്നത് കൃപയാ കൃപയാ ദൈവ കൃപയാ നിത്യടും ദയയാ ദയയാ നിത്യദയയാ. സ്തുതിച്ചു പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ ഹല്ലേലൂയ മഹത്വം മഹത്വം ആരാധന ആരാധന ഹല്ലേലൂയ. പ്രാണപ്രിയ പ്രാണപ്രിയ ചങ്കിലെ ചോര തന്നെ വീണ്ടെടുത്തവനെ വീണ്ടെടുക്കൂ. പ്രാണപ്രിയൻ തന്റെ ചങ്കിലെ ചോരയ എന്നെയും വീണ്ടെടുത്തു. പ്രാണപ്രിയൻ തന്റെ ചങ്കിലെ ചോരയ എന്നെയും വീണ്ടെടുത്തു. കൃപയാ കൃപയാ ദൈവ കൃപയാ നിത്യടും ദയയാ ദയയാ നിത്യദയയാ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. എല്ലാവരും പ്രാണപ്രിയ ചങ്കിലെ ചോര തന്നെ വീണ്ടെടുത്തവനെ വീണ്ടെടുക്കൂ. പ്രാണപ്രിയ പ്രാണപ്രിയ ചങ്കിലെ ചോര തന്നെ വീണ്ടെടുത്തവനെ വീണ്ടെടുക്കൂ. പ്രാണപ്രിയൻ തന്റെ ചങ്കിലെ ചോരയ എന്നെയും വീണ്ടെടുത്തു. പ്രാണപ്രിയൻ തന്റെ ചങ്കിലെ ചോരയ എന്നെയും വീണ്ടെടുത്തു. നന്ദി യേശുവേ നന്ദി യേശുവേ നീ ചെയ്ത നന്മകൾ ഒരായിരം. നന്ദി യേശുവേ നിനക്ക് നന്ദി യേശുവേ നീ ചെയ്ത നന്മകൾ ഒരായിരം. ശക്തിയാലല്ല കൈയുടെ ബലത്താലല്ല നിന്റെ അല്ലയോ എന്നെ നടത്തിയത്. ശക്തിയാലല്ല കൈയുടെ ബലത്താലല്ല നിന്റെ അല്ലയോ എന്നെ നടത്തിയത്. നിന്നത് കൃപയാ കൃപയാ ദൈവ കൃപയാ നിർത്തിയിടും ദയയാ ദയയാ നിത്യദയയാ. നിന്നത് കൃപയാ കൃപയാ ദൈവ കൃപയാ നിത്യടും ദയയാ ദയയാ നിത്യദയയാ. യേശുവേ നന്ദി ഹല്ലേലൂയ ഹല്ലേലൂയ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തെ
കർത്താവേ. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ കർത്താവേ. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യത്തെ പ്രകടമാക്കണമേ കർത്താവേ. വിമർമാർന്ന വലതുകരം ആണിപ്പെടുത്താറുന്ന അത്ഭുതകരം അങ്ങനെ മക്കളുടെ മേൽ വെക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. ഉച്ച മുതൽ ഉള്ളംകാല് വരെ എല്ലാ കൊശങ്ങളിലും പേശികളിലും ആന്തരിക അവയവങ്ങളിലും കർത്താവിന്റെ രക്തം തളിക്കപ്പെട്ടിട്ട് യേശുവിന്റെ ഉന്നതമായ നാമത്തില് അവരുടെ അധികാരത്തെ കുറിച്ചിട്ട് അടയാളത്തില് മാർഗരോഗങ്ങൾ തീരാവേദികള് യേശു ക്രിസ്തുവിന്റെ നാമത്തില് മാറിപ്പോകട്ടെ. ജയിലകപ്പെട്ട മക്കള്, ജയിലിലേക്ക് പോകുന്ന മക്കള്, കോടതി കേസിരിക്കുന്ന മക്കളെ എല്ലാം കർത്താവിന്റെ വിശുദ്ധ രക്തത്താൽ കർത്താവിന്റെ ഉന്നതമായ നാമത്തില് മാർഗദോഷങ്ങള്, ബന്ധികള്, ദുരിതങ്ങള്, തടസ്സങ്ങള് മാറിപ്പോകട്ടെ. ശുദ്ധിക്കട്ടെ, നാമത്തെ ആരാധനയിലൂടെ മഹത്വപ്പെടുത്തണമേ. നന്ദി യേശുവേ, നന്ദി യേശുവേ, നീ ചെയ്ത നന്മകൾ ഒരായിരം നന്ദി. നന്ദി യേശുവേ, നിനക്ക് നന്ദി യേശുവേ, നീ ചെയ്ത നന്മകൾ ഒരായിരം നന്ദി. സമാപനാശീർവാദം. ഒരിക്കൽ കൂടി മരിയനോട് മുമ്പിൽ സമർപ്പിച്ചിരിക്കുന്ന എല്ലാ വിഷയങ്ങളും ദൈവമാതാവിൻ്റെ മധ്യസ്ഥയിൽ ദിവ്യാരണ സന്നിധിയിൽ സമർപ്പിച്ച് ഒരു നിമിഷം നമുക്ക് മൗനമായിട്ട് പ്രാർത്ഥിക്കാം. ഞാൻ എൻ്റെ ആടുകൾക്ക് മുമ്പേ നടക്കുന്നുവെന്ന വലിയ വചന വെളിപാടിന് നമുക്ക് നന്ദി പറയാം. വാഗ്ദാന പേടക സാന്നിധ്യമായി നമുക്ക് മുമ്പേ സഞ്ചരിച്ച് നമുക്ക് വിശ്രമസ്ഥലം കണ്ടെത്തി തരുന്ന അവിടുത്തെ കരുതലിന് നമുക്ക് ഹൃദയത്തിൽ നന്ദി പറയാം. ഉടമ്പടിയിൽ വച്ചിരിക്കുന്ന വിഷയങ്ങളിലെല്ലാം ഈശോയതെല്ലാം ദൈവമാതാവിൻ്റെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷ്യമാക്കി മാറ്റണമേ, ഞങ്ങളെയും സാക്ഷികളാക്കി അന്ത്യം വരെയും നിലനിർത്തണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ശിരസ് നമിച്ച് നമുക്ക് ദിവ്യകാരുണ്യനാഥൻ്റെ ആശീർവാദം സ്വീകരിക്കാം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്ക് ആരാധന. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്ക് ആരാധന. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്ക് ആരാധന. Ave, Ave, Ave Maria, Ave, Ave,
ഒക്ടോബർ 26-ാം തീയതിയാണ് നമ്മുടെ ജപമാല റാലി. അതിൻ്റെ നടത്തിപ്പിന് വേണ്ടിയും എല്ലാവരും അവിടെ ജപമാലകളിൽ പ്രത്യക്ഷ പ്രാർത്ഥന ചെല്ലുമ്പോൾ, നിശബ്ദ മൗനത്തിന് നിയോഗം നടക്കുമ്പോൾ ജപമാല റാലി മാതാവിൻ്റെ മധ്യസ്ഥനെ ഏൽപ്പിച്ചുകൊണ്ട് പ്രത്യേകം പ്രാർത്ഥിക്കണം. റാലി പങ്കെടുക്കുന്ന എല്ലാവർക്കും ആശ്വാസവും സുരക്ഷിതത്വവും ശക്തിയും ലഭിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കണം. റാലിയോട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ പ്രേക്ഷിത പ്രവർത്തനം ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഓഫീസുമായി ബന്ധപ്പെടേണ്ടതാണ്.